ശബരിമലയിലെ സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രി എന്തിന് മൗനം പാലിക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം. KPCCയുടെ അല്ല, AICCയുടെ വകയാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. KC വേണുഗോപാൽ MP ആണ്, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. വേണ്ടി വന്നാൽ പാർലമെന്റിൽ വരെ ഈ വിഷയം ഉന്നയിക്കാൻ താൻ തയ്യാറാണെന്ന് KC വേണുഗോപാൽ പറയുന്നു. യുവതീ പ്രവേശന വിഷയത്തിൽ ധൃതി പിടിച്ച് പ്രതികരിച്ച മുഖ്യമന്ത്രി എന്തിനിപ്പോൾ നിശബ്ദത പാലിച്ചു നിൽക്കുന്നു എന്നാണ് KC വേണുഗോപാൽ ചോദിക്കുന്നത്. ഈ വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കാനും നിജസ്ഥിതി വ്യക്തമാക്കാനും മുഖ്യമന്ത്രി നിലയിൽ പിണറായി വിജയന് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അയ്യപ്പന്റെ സ്വത്ത് കട്ടവരെ കണ്ടെത്തി പിടിച്ച് പുറത്താക്കിയിട്ട് വേണം ശബരിമല വികസനവും അയ്യപ്പ സംഗമവും ഒക്കെ ചർച്ച ചെയ്യേണ്ടതെന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. മുഖ്യമന്ത്രി വായ തുറന്നേ മതിയാകൂ എന്ന് KC വേണുഗോപാൽ വീണ്ടും ആവശ്യപ്പെടുന്നു. ഇതൊക്കെയാണ് KC വേണുഗോപാലിന്റെ ആവശ്യങ്ങൾ. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വത്ത് കട്ടവരെ കണ്ടെത്തി പുറത്താക്കി വേണം ശബരിമല വികസനം ചർച്ച ചെയ്യാൻ. ദേവസ്വം വിജിലൻസ് നിരീക്ഷണം പ്രായോഗികമല്ല, ഫലപ്രദമല്ല. ഹൈക്കോടതി നേരിട്ട് നിരീക്ഷിക്കുന്ന ഒരു ഏജൻസി ഈ വിഷയം അന്വേഷിക്കണം. ശബരിമലയിലെ ഇപ്പോഴുള്ള സ്വത്തുക്കളെ കുറിച്ച് അടിയന്തരമായ ഒരു സമഗ്ര ഓഡിറ്റ് നടത്തണം. ശബരിമലയിൽ നടന്നത് മറ്റൊരു രൂപത്തിലുള്ള സ്വർണ്ണ കടത്താണെന്നും ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും എന്തുകൊണ്ടാണ് സർക്കാരും മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നതെന്നുമാണ് AICC ജനറൽ സെക്രട്ടറി ചോദിക്കുന്നത്. ശബരിമലയിൽ നടന്നത് 2019 തന്നെയുള്ള സ്വർണ്ണ കൊള്ളയായിരുന്നു. അന്ന് കൊണ്ടുപോയ സ്വർണത്തിൽ 4 കിലോ കുറവുണ്ടായിരുന്നു. അത് മോഷണം തന്നെയാണ്, കൊള്ളയടി തന്നെയാണെന്ന് KC വേണുഗോപാൽ പറയുന്നു. അന്ന് സ്വർണം കൊണ്ടുപോയ ആരോപണ വിധേയനായ വ്യക്തിക്ക് തന്നെ വീണ്ടും അത് നൽകിയ ഉത്തരവാദിത്തത്തിൽ നിന്നും സർക്കാരിനും ദേവസ്വം ഒഴിഞ്ഞു മാറാനാകില്ല. നിലവിലെ ദേവസ്വം വിജിലൻസ് അന്വേഷണം ഫലപ്രദമല്ല. ഹൈക്കോടതി നേരിട്ട് നിരീക്ഷിക്കുന്ന ഒരു ഏജൻസി തന്നെ വിഷയം അന്വേഷിക്കണം. സർക്കാരിന്റെ പോലീസ് സംവിധാനം തന്നെ ഇത് അന്വേഷിക്കുന്നത് കള്ളനെ മോഷണം ഏൽപ്പിക്കുന്നതിന് തുല്യമാണെന്നും KC വേണുഗോപാൽ പറയുന്നു. ശബരിമലയിലെ സ്വർണം, പണം തുടങ്ങിയ എല്ലാ സ്വത്തുക്കളെ കുറിച്ചും ഒരു സമഗ്ര ഓഡിറ്റ് വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. അടിയന്തരമായി സമഗ്രമായ ഓഡിറ്റ് നടത്തി വരവ് ചെലവ് കണക്കുകൾ സുതാര്യമാക്കണം. സമൂഹത്തിന് മുന്നിൽ സമർപ്പിച്ച് വ്യക്തത വരുത്തുകയുമാണ്. ഭക്തർ സംഭാവന നൽകിയ ക്ഷേത്രവക സ്വത്തുക്കൾ കൊള്ളയടിക്കുന്നതിന് സർക്കാർ കൂട്ടുനിൽക്കുന്നു. ഈ സർക്കാരിനെ നേരായ സർക്കാർ എന്ന് പറയാനാകില്ല. ശബരിമലയിലെ സ്വർണ്ണപ്പാളി നന്നാക്കാൻ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ക്രമക്കേടുകൾ ഒന്നും പോലീസ് അന്വേഷിച്ചിട്ടില്ല. സ്വർണ്ണപ്പാളിക്ക് പകരം തിരികെ എത്തിച്ചത് ചെമ്പ് പാളി എന്ന ആരോപണം ഞെട്ടിക്കുന്നതാണ്. 2000 സ്വർണ്ണപ്പാളിയായിരുന്നത് എങ്ങനെ ചെമ്പ് പാളിയായി എന്ന് ദേവസ്വം ബോർഡല്ല, സർക്കാർ വ്യക്തമാക്കണമെന്നാണ് ഇപ്പോൾ KC വേണുഗോപാൽ ആവശ്യപ്പെടുന്നത്. ദേവസ്വം മാനുവൽ ലംഘിച്ച് സ്വർണ്ണപ്പാളി നന്നാക്കാൻ പുറത്തു കൊടുക്കാൻ തീരുമാനിച്ചത് ആരാണ്? ഇത് ഏൽപ്പിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയുടെ വിശ്വാസ്യതയോ പശ്ചാത്തലമോ അന്വേഷിച്ചിട്ടില്ല. ഇദ്ദേഹം പലയിടത്തും പൂജ നടത്തി പൈസ പിടുങ്ങിയിട്ടുണ്ടെന്ന വാർത്തകളുണ്ടെന്നും KC വേണുഗോപാൽ തുറന്നടിച്ചു. ഭക്തർക്ക് സുഗമമായ ദർശനം ഒരുക്കുന്നതിന് പകരം ക്ഷേത്ര സ്വത്തുക്കൾ അടിച്ചു മാറ്റാനാണോ ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇവിടെ നെയ്ത്തെങ്ങ് ഇടപാട് പോലുള്ള വിഷയങ്ങളിലും ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ വളരെ വ്യക്തമായ സാഹചര്യത്തിൽ ഈ സംഭവങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ CPM-നോ ഒഴിഞ്ഞു മാറാനാകില്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ ആരോപണം. സ്വർണത്തിൽ നിന്നും 4 കിലോ കുറഞ്ഞു എന്നത് മോഷണം തന്നെയാണ്. ശബരിമലയുടെ പവിത്രത നഷ്ടപ്പെടുത്തുന്ന ഈ സംഭവത്തിന് ഉത്തരവാദികളെ എത്രയും വേഗം കണ്ടെത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്, പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഈ വിഷയം ഉന്നയിച്ച് ശക്തമായൊരു പ്രക്ഷോഭം ആരംഭിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച